ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള ടോപ്പ് 16, അതായത് ഒട്ടുമിക്ക എല്ലാ SUVs ഏതൊക്കെയാണ് എന്നുള്ളതാണ്. എൻ്റെ ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം സർപ്രൈസസ് ഒക്കെ ഉണ്ടാവും. ആദ്യം തന്നെയുള്ള ഏറ്റവും വലിയ സർപ്രൈസ് 16th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ആണ് എന്നുള്ളതാണ്. പൊതുവേ ഈ വണ്ടിക്ക് ഒരു 8,000 to 14,000 ഇടയിൽ വരെയൊക്കെ സെയിൽ വരാറുള്ളതാണ്. അത്യാവശ്യം നല്ല വേരിയേഷൻ വരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസത്തെ വേരിയേഷൻ ഇത്തിരി കൂടിപ്പോയി. 2025 മെയ്യിൽ 5,197 വാഹനങ്ങളിൽ സെയിൽ മാത്രമേ ഇതിന് കിട്ടിയിട്ടുള്ളൂ. മിക്കവാറും പ്രൊഡക്ഷൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അല്ലാതെ ഇതിന് ഡിമാൻഡ് ഇങ്ങനെ കാര്യമായിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2024 മെയ്യിൽ 9,736 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് വന്നത്. അതായത് 4,539 വാഹനങ്ങളുടെ വ്യത്യാസം 46.62% ഡീഗ്രോത്ത് റേറ്റ് ആണുള്ളത്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും ഇത് തന്നെയാണ്. ഇനി 15th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം ഹ്യുണ്ടായുടെ എക്സ്റ്റർ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 5,899 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 2024 മെയ്യിൽ 7,697 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. അതായത് 1,798 വാഹനങ്ങളുടെ വ്യത്യാസവും 23.36% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഇയർ ഓൺ ഇയറിൽ എക്സ്റ്റർ ആണ്. ഇതവരെ പഞ്ചിനെ പിടിക്കാൻ ഇറക്കിയതാണെങ്കിലും പഞ്ചിൻ്റെ അടുത്തേക്ക് ഈ വണ്ടിക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പഞ്ച് മിക്ക മാസങ്ങളിലും 12,000 to 18,000 വരെയൊക്കെയാണ് സെയിൽ വരാറുള്ളത്. ഇനി അടുത്ത 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ കിയയുടെ സെൽട്ടോസ് ആണ്. ഇതിൻ്റെയും സെയിൽ കഴിഞ്ഞ മാസം കുറച്ചധികം താഴ്ത്തോട്ട് പോയി. 6,082 വാഹനങ്ങൾ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഗ്രാൻഡ് വിറ്റാരയേക്കാൾ കൂടുതലാണ്. പൊതുവെ മിക്ക മാസങ്ങളും ഗ്രാൻഡ് വിറ്റാരയ്ക്കാണ് സെൽട്ടോസിനേക്കാൾ കൂടുതൽ സെയിൽ കിട്ടാറുള്ളത്. കഴിഞ്ഞ മാസം എന്തായാലും ഇതിന് കൂടുതൽ കിട്ടി. 2024 മെയ്യിൽ 6,736 വാഹനങ്ങൾ സെയിൽ കിട്ടിയതായിരുന്നു. 654 വാഹനങ്ങളുടെ വ്യത്യാസവും 9.71% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതിന് പൊതുവെ 8,000 വരെയൊക്കെ സെയിൽ കിട്ടാറുള്ളതാണ്. 10,000 വരെയും പോകാറുണ്ട്. ഇനി നമ്മുടെ 13th പൊസിഷനിൽ നിൽക്കുന്ന മഹീന്ദ്രയുടെ XUV700 ആണ്. ഇതിന് കഴിഞ്ഞ മാസം 6,435 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. 2024 മെയ്യിൽ 5,008 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ സമയത്ത് തന്നെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഏകദേശം അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് 9,000 7,000 വരെയൊക്കെ സെയിൽ കയറിയതാണ്. ഇപ്പോൾ പിന്നീട് ഇത്തിരി താഴ്ന്നെന്ന് തോന്നുന്നു. എന്തായാലും വ്യത്യാസം നോക്കുന്ന സമയത്ത് 1,427 വാഹനങ്ങളുടെയാണ് വരുന്നത്. ഇയർ ഓൺ ഇയറിൽ 28.49% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ആണ്, ഭയങ്കര വലുതായിട്ടുള്ള ഒന്നുമില്ല. ഇനി അടുത്ത 12th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 7,520 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. 2024 മെയ്യിൽ 9,327 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 1,807 വാഹനങ്ങളുടെ വ്യത്യാസം 19.37% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഡീഗ്രോത്ത് റേറ്റ് അത്യാവശ്യം കൂടുതലാണ്. മാത്രമല്ല ഈ വണ്ടിയുടെ ഒരു ഫേസ് ലിഫ്റ്റിന് ഇപ്പോൾ ആക്ച്വലി ഫേസ് ലിഫ്റ്റ് അല്ല, പുതിയ ജനറേഷൻ തന്നെ വരാൻ പെൻഡിങ് ആണ്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ സെയിൽ പതുക്കെ ഡിക്ലൈൻ ചെയ്യുന്നത് കാണുന്നത്. അത് ആക്ച്വലി നല്ലതാണ്, കാരണം പുതിയ ജനറേഷനിൽ ഇഷ്ടംപോലെ വ്യത്യാസമുണ്ട്. ഇനി അടുത്ത വാഹനം നമ്മുടെ ടൊയോട്ടയുടെ ഹൈറൈഡർ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 7,573 വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ സെയിൽ വല്ലാണ്ട് കൂടി, കാരണം പൊതുവേ ഇതിന് 4,000-5,000 സെയിൽ വരാനുള്ളത്. കഴിഞ്ഞ മാസം പക്ഷേ നന്നായിട്ട് കയറിയിട്ടുണ്ട്. 2024 മെയ്യിൽ 3,906 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 3,667 വാഹനങ്ങളുടെ വ്യത്യാസവും 93.88% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അതായത് ഈ ലിസ്റ്റിലെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ഇതാണ്. എനിക്ക് തോന്നുന്നു ഒരു ഗ്രാൻഡ് വിറ്റാരയ്ക്ക് പകരം കഴിഞ്ഞ മാസം ഹൈറൈഡർ ഇത്തിരി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തു എന്ന്. കാരണം രണ്ടും ഒരു പ്ലാന്റിൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തായി 10th പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ മഹീന്ദ്രയുടെ XUV3X ആണ്. ഇതിന് കഴിഞ്ഞ മാസം 7,952 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഫൈനലി കറക്റ്റായിട്ടുള്ള നമ്പേഴ്സിൽ നിന്നൊരു വ്യത്യാസം വന്നു. 2024 മെയ്യിൽ 10,000 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയത്. സാധാരണ ഇതിൻ്റെ സെയിൽ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9,000, 8,000, 10,000, 11,000 അങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. എന്തായാലും കഴിഞ്ഞ മാസം 8,000 ഇത്തിരി താഴെയാണ് വന്നിരിക്കുന്നത്. 2,048 വാഹനങ്ങളുടെ വ്യത്യാസവും 20.48% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. കുറച്ച് കൂടുതലാണ്, പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ട് കൂടുതലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി അടുത്ത നമ്മുടെ 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയയുടെ സോണറ്റ് ആണ്. സോണറ്റിൻ്റെ സെയിലും കഴിഞ്ഞ മാസം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇയർ ഓൺ ഇയറിൽ കൂടിയിട്ടാണുള്ളത്. 8,054 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. ചില മാസങ്ങളിൽ 10,000-അടുത്തേക്കൊക്കെ സെയിൽ എത്താറുള്ളതാണ് ഇതിൻ്റെ. ഏതായാലും 2024 മെയ്യിൽ ഇതിന് 7,433 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 621 വാഹനങ്ങളുടെ വ്യത്യാസവും 8.35% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന ഇത്രയും കാലമായിട്ട് മഹീന്ദ്ര കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരുത്താതെ തന്നെ ഇത്രയധികം വിൽക്കുന്ന ബൊലേറോ ആണ്. 8,942 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. 2024 മെയ്യിൽ 8,026 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 916 വാഹനങ്ങൾ വ്യത്യാസം, 916 വാഹനങ്ങളുടെ വ്യത്യാസം ആൻഡ് 11.41% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടി കൂടുതലും റൂറൽ ഏരിയാസിൽ ഒരു ടോട്ടൽ റഫ് യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ബേസിക് ആയിട്ടും ഇപ്പോഴും ആൾക്കാർ ഇത്രയും വാങ്ങുന്നത്. അതും അപ്പുറത്തെ സൈഡിൽ മഹീന്ദ്രയ്ക്ക് V6, XUV9, XUV700, പിന്നെ സ്കോർപിയോന് താർ റോക്സ് എന്ന് പറയേണ്ട ഇഷ്ടംപോലെ വണ്ടികൾ ഉണ്ടായിട്ടും.
അത് പറഞ്ഞപ്പോൾ 7th പൊസിഷനിൽ നിൽക്കുന്ന താർ റോക്സും ആണ്, അതായത് 3 ഡോറും 5 ഡോറും കമ്പൈൻഡ്. ഇതിൻ്റെ രണ്ടിനും കൂടെ കഴിഞ്ഞ മാസം 10,389 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. പ്രൈസും സൈസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല സെയിൽ കിട്ടിയിട്ടുണ്ട്. 2024 മെയ്യിൽ 5,750 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 4,639 വാഹനങ്ങളുടെ വ്യത്യാസവും 80.68% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നതും ഇതിനാണ്. ഇനി അടുത്ത വാഹനം ടാറ്റ നെക്സോണും നെക്സോൺ EV ഒക്കെയാണ്. ഇതിന് കഴിഞ്ഞ മാസം 13,096 വാഹനങ്ങൾ സെയിലാണ് വന്നിരിക്കുന്നത്. 2024 മെയ്യിൽ 11,457 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അതായത് 1,639 വാഹനങ്ങളുടെ വ്യത്യാസവും 14.31% ഗ്രോത്ത് റേറ്റും ഉണ്ട്. എഗെയിൻ അത്യാവശ്യം ഡീസൻ്റ് ആണ്, അങ്ങനെ കാര്യമായിട്ട് പറയാൻ മാത്രമൊന്നുമില്ല. നെക്സോണിന് കഴിഞ്ഞ വർഷം 2024 സെയിൽ പഞ്ച് വെച്ച് നോക്കുക കമ്പയർ ചെയ്യുമ്പോൾ ഒരിത്തിരി കുറവായിരുന്നു. ഇപ്പോൾ 25ലേക്ക് വന്നപ്പോഴേക്കും പിന്നെയും പതുക്കെ പിടിച്ച് കയറി വരുന്നുണ്ട്. പഞ്ചിൻ്റെ സെയിൽ കുറഞ്ഞു വരുന്നുണ്ട്. 5th പൊസിഷനിൽ നിൽക്കുന്ന പഞ്ചാണ്. പഞ്ചും EVയും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കഴിഞ്ഞ മാസം 13,133 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. പക്ഷേ 2024 മെയ്യിൽ 18,949 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 5,816 വാഹനങ്ങളുടെ വ്യത്യാസവും 30.69% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. ഇത് 2024 ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയൊക്കെ ആയിരുന്നു. പക്ഷെ എന്തായാലും 25 തുടങ്ങിയപ്പോൾ തൊട്ട് ഒരിത്തിരി സെയിൽ ഡിക്ലൈൻ ചെയ്ത് 12,000 13,000 ആ റേഞ്ചിലേക്ക് എത്താൻ തുടങ്ങി. ഇനി അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന ഫ്രോങ്സ് ആണ്. ഏതായാലും കഴിഞ്ഞ മാസം ഫ്രോങ്സ് പഞ്ചന സെയിലിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. 13,584 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത്. 2024 മെയ്യിൽ 12,681 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. അതായത് 903 വാഹനങ്ങളുടെ വ്യത്യാസവും 7.12% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള വ്യത്യാസവും ഗ്രോത്തും ഒക്കെയാണ്. ഇനി 3rd പൊസിഷനിൽ നിൽക്കുന്ന മഹീന്ദ്രയുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയായിട്ടുള്ള സ്കോർപിയോ സീരീസിൽ വരുന്ന ക്ലാസിക്കും എന്നും രണ്ടിനെയും കമ്പൈൻഡ് സെയിലാണ്. ഇതിന് കഴിഞ്ഞ മാസം 14,401 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. മെയ് 2024 13,717 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത്രയും വലിയ സൈസുള്ള വണ്ടിയായിട്ടും ഇത്ര ഒരു വിൽക്കുന്നുണ്ട്. ആൻഡ് 684 വാഹനങ്ങളുടെ വ്യത്യാസവും 4.99% ഗ്രോത്ത് റേറ്റ് മാത്രമേ ഉള്ളൂ. ഗ്രോത്ത് ഉണ്ട്, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഗ്രോത്ത് ഒന്നുമില്ല. ആൻഡ് അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മന്ത്ലി സെയിൽ തന്നെയാണ്. ആൻഡ് ഇയർ ഓൺ ഇയർ സെയിൽ തന്നെയാണ് ഇതിന് കിട്ടുന്നതെന്നും പറയാം. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. ഇതിന് കഴിഞ്ഞ മാസം 14,860 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഏപ്രിൽ മാസത്തിൽ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ക്രെറ്റയായിരുന്നു. 18,000 സെയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും കഴിഞ്ഞ മാസം ഒരു ഇത്തിരി കുറഞ്ഞു. പക്ഷേ 2024 മെയിൽ ഓൾമോസ്റ്റ് സിമിലർ സെയിലായിരുന്നു. 14,662 വാഹനങ്ങളുടെ. അതുകൊണ്ട് തന്നെ 198 വാഹനങ്ങളുടെ വ്യത്യാസവും 1.35% ഗ്രോത്ത് റേറ്റേ ഉള്ളൂ. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വണ്ടിക്കാണ്. ഇനി ഫൈനലി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ബ്രസയാണ്. ഇതിന് കഴിഞ്ഞ മാസം 15,566 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. 2024 മെയ്യിൽ 14,186 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. 1,380 വാഹനങ്ങളുടെ വ്യത്യാസവും 9.73% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. എഗെയിൻ അത്യാവശ്യം ഡീസൻ്റ് ആണ്. സെയിൽസ് വൈസ് ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. 2022 ഇതിന് ഈ ഒരു ജനറേഷൻ അപ്ഡേറ്റ് കിട്ടിയത്. അതിനുശേഷം കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിലും ഇപ്പോഴും സെയിൽസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എനിവേ ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ SUVസിൻ്റെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്റ്റാക്ക് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ watching my video and goodbye.